നല്ലതെന്നും സൗകര്യപ്രദമെന്നും തോന്നുന്ന ഓരോന്നും ചെയ്യുവാനാണ് മനുഷ്യർക്ക് കൂടുതൽ താല്പര്യം. എന്നാൽ നമ്മെ നന്മയിലേക്ക് എപ്പോഴും നയിക്കുന്നത് ശരിയായ കാര്യങ്ങൾ മാത്രമാകുന്നു എന്നറിയാമോ? അവ നമുക്കെപ്പോഴും നല്ലതായും സൗകര്യപ്രദമായും തോന്നി എന്ന് വരില്ല. ശരിയായ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവവചനമാകുന്നു. അതാണ് നാം അറിയേണ്ടതും അനുസരിക്കേണ്ടതും. ജീവസന്ദേശത്തിൻ്റെ യഹസ്കേൽ പ്രവചന പഠന ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. തങ്ങളുടെ മനസ്സിൽ തോന്നുന്നതെല്ലാം ദൈവത്തിൻ്റെ ആലോചനയാകുന്നു എന്ന് വിചാരിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്കും ജനത്തിൻ്റെ മൂപ്പന്മാർക്കുമെതിരെയുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയാകുന്നു യഹസ്കേൽ പ്രവചനം 13-14 അധ്യായങ്ങളിലെ വിഷയം. തൻ്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ഇടിവിൽ നിൽക്കുകയും ചെയ്യുന്നവർക്കാണ് ദൈവം തൻ്റെ ആലോചന അറിയിച്ചു കൊടുക്കുന്നത്. എന്നാൽ ഇതൊന്നും ചെയ്യാത്ത ഈ കൂട്ടർ ദൈവത്തിൻ്റെ ഹൃദയം തിരിച്ചറിയാതെ ന്യായവിധി വാതിക്കൽ വന്ന് നിൽക്കുമ്പോഴും സമാധാനം പ്രസംഗിച്ചുകൊണ്ട് ജനത്തെ വഞ്ചിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. ഇന്ന് നാം യഹസ്കേൽ പ്രവചനം 13-14 അധ്യായങ്ങൾ പഠിക്കുവാൻ പോകുകയാണ്. 13-ാം അധ്യായത്തിൽ കള്ളപ്രവാചകർക്ക് മാത്രമല്ല കള്ളപ്രവാചികമാർക്കും എതിരായിട്ട് പറയുന്നതായിട്ടുള്ള പ്രവചനമാണ് നാം കണ്ടത്. സ്ത്രീകളും തെറ്റായ പ്രവചന പരിപാടിയിൽ പങ്കാളികളായിരുന്നു അന്ന് എന്നത് ശ്രദ്ധേയമായിരിക്കുന്നു. ഇന്ന് നാം കാണുന്ന അനേകം ദുരുപദേശ കൂട്ടങ്ങൾക്കും കൾട്ടുകൾക്കും തുടക്കമിട്ടതോ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതോ സ്ത്രീകളാകുന്നു എന്ന വസ്തുത എടുത്ത് പറയേണ്ടതുണ്ടോ? അത് പറയാൻ അത്ര ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കില്ല. എന്നാൽ യഹസ്കേലിൻ്റെ കാലത്ത് അത് സത്യമായിരുന്നു. നമ്മുടെ ഈ കാലത്തും അത് സത്യമാകുന്നു എന്നതിൽ രണ്ട് പക്ഷമില്ല. യഹസ്കേൽ ദൈവവചനം നൽകുന്നത് തുടരുകയാണ്. 13-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ നമുക്കൊരുമിച്ച് നോക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഇസ്രായേലിൽ പ്രവചിച്ചു പോരുന്ന പ്രവാചകന്മാരെക്കുറിച്ച് നീ പ്രവചിച്ച് സ്വന്തം ഹൃദയങ്ങളിൽ നിന്ന് പ്രവചിക്കുന്നവരോട് പറയേണ്ടത്, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധികെട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഈ പ്രവാചകന്മാർ പ്രവചിച്ചത് അവരുടെ സ്വന്തം ഹൃദയത്തിൽ നിന്നായിരുന്നു. പ്രസംഗപീഠത്തിൽ നിന്ന് തൻ്റെ സ്വന്തം കാഴ്ചപ്പാടുകൾ പറയുകയും ദൈവവചനം നൽകാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ്റെ മേൽ ദൈവം കരുണ കാണിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയുവാൻ സാധിക്കൂ. വ്യാഖ്യാനത്തിൽ തെറ്റുപറ്റാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോഴൊക്കെ ഞാനും തെറ്റ് വരുത്തിയിട്ടുണ്ടാകാം. എന്നിരുന്നാലും ദൈവവചനം വ്യാഖ്യാനിക്കുവാൻ ഞാൻ ശ്രമിക്കുകയാകുന്നു എന്ന് വ്യക്തമാക്കട്ടെ. ശരിയായി തന്നെ പറയുവാനായി ഞാൻ ആഗ്രഹിക്കുന്നു. തെറ്റായി പഠിപ്പിക്കുവാൻ യാതൊരു സമ്മർദ്ദവും എൻ്റെ മേൽ എങ്ങു നിന്നും ഇല്ല. എന്നാൽ ഇവിടെ ഈ പറയുന്ന മനുഷ്യർ കേവലം തങ്ങളുടെ സ്വന്തം ചിന്താഗതികൾ, അതായത് തങ്ങൾ ചിന്തിക്കുന്നത് എന്തോ അത് പറയുകയായിരുന്നു. അതിനകത്ത് ദൈവത്തെ കൂടി മേപ്പടി ചേർക്കുക മാത്രമായിരുന്നു. എങ്ങനെ സുഹൃത്തുക്കളെ ഉണ്ടാക്കാം, എങ്ങനെ ജനത്തെ സ്വാധീനിക്കാം, എങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കാം, എങ്ങനെ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കാം, തന്നിൽ തന്നെ വിശ്വാസമുള്ളവർ ആയിരിക്കാൻ കഴിയുന്നത് എങ്ങനെ, നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു മഹൽ വ്യക്തി എന്ന് എങ്ങനെ ചിന്തിക്കാം. ഇതൊക്കെയാണ് അവരുടെ സന്ദേശത്തിൽ ഊന്നൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ. ഒരു പാപിയായി സ്വയം കാണുവാൻ കേൾവിക്കാരെ അവർ അനുവദിക്കുകയില്ല. അതാർക്കും കേൾക്കാൻ ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. എന്നാൽ അടിസ്ഥാനപരമായി ആ കാര്യം മനസ്സിലാക്കാത്തിടത്തോളം കാലം പുറമെ എന്തൊക്കെ വെച്ച് പൂശിയാലും മണക്കില്ല. കുറേ കഴിയുമ്പോൾ അത് ആർക്കും സഹിക്കാൻ കഴിയാത്ത നാറ്റമായി മാറും. അതെ സുഹൃത്തെ, ഈ കള്ളപ്രവാചകരുടെ സന്ദേശം ഇതായിരുന്നു.
യെരുശലേമിലെല്ലാം നന്നായിരുന്നു എന്ന് അവർ കൊട്ടിഘോഷിച്ചു. ഇനി ഞാൻ 13 അധ്യായത്തിൻ്റെ 17 വാക്യമാണ് വായിക്കുന്നത്. 17 വാക്യം: നീയോ മനുഷ്യപുത്ര, സ്വന്തം വിചാരം പ്രവചിക്കുന്നവരായ നിന്റെ ജനത്തിൻ്റെ പുത്രിമാരുടെ നേരെ നിന്റെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ചു പറയേണ്ടതെന്തെന്നാൽ, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ദേഹികളെ വേട്ടയാടേണ്ടതിന് കയ്യെപ്പുകൾക്ക് ഒക്കെയും രക്ഷകളും ഏത് പൊക്കത്തിലുമുള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അയ്യോ കഷ്ടം. നിങ്ങൾ എൻ്റെ ജനത്തിൽ ചില ദേഹികളെ വേട്ടയാടി കൊല്ലുകയും നിങ്ങളുടെ ആദായത്തിനായി ചില ദേഹികളെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യുന്നു. യെഹെസ്കേലിന് കള്ളപ്രവാചകരെ തടയേണ്ടിയിരുന്നു. ദൈവം അവനോട് പറയുന്നത്, സ്വന്തം വിചാരം പ്രവചിക്കുന്നവരായ നിൻ്റെ ജനത്തിൻ്റെ പുത്രിമാരുടെ നേരെ നിൻ്റെ മുഖം തിരിച്ച് അവർക്ക് വിരോധമായി പ്രവചിച്ചു പറക എന്നത്രേ. ഉൽപ്പത്തി പുസ്തകം 10 അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളിൽ ദൈവം മുൻപാകെ നിമ്രോദിനെ നായാട്ടുവീരൻ എന്ന് വിളിക്കുന്നതായി നാം കാണുന്നു. നായാട്ടുവീരൻ ദൈവം മുൻപാകെ. വാസ്തവത്തിൽ അവൻ മനുഷ്യജീവൻ്റെ നായാട്ടുകാരനായിരുന്നു. അതുതന്നെയാണ് ഈ കള്ളപ്രവാചകനും ചെയ്യുന്നത്. അവർ മനുഷ്യ മനസ്സുകളെ വേട്ടയാടുന്നു. സ്ത്രീകളും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. ഇന്നും അവർക്കാണല്ലോ ഇക്കാര്യത്തിൽ കൂടുതൽ ഉത്സാഹം. എവിടെയും കയറി ചെല്ലാൻ അവരെ കൊണ്ട് കഴിയുമല്ലോ. പത്രോസ് തൻ്റെ 2-ാം ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞു, എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു, അതായത് ഇസ്രായേലിൽ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും. എത്ര ഭയങ്കരമല്ലേ? ഭാവി പറയുന്നവരും പരേതാത്മാക്കളുമായി സമ്പർക്കം പുലർത്തുന്നവരും മന്ത്രവാദിനികളും അതുപോലെയൊക്കെ പല കാര്യങ്ങളും അറിയപ്പെടുന്ന പല സ്ത്രീകളെയും നാം ഇന്ന് കാണുന്നുണ്ടല്ലോ. ആധ്യാത്മവാദത്തിൽ ഉൾപ്പെട്ടുകൊണ്ട് അവർ അതിൻ്റെ മാധ്യമങ്ങളായി മാറിയിരിക്കുന്നു. നമുക്കിടയിലും ഇങ്ങനെ സ്വയം പ്രഖ്യാപിത കള്ളപ്രവാചകരുണ്ട് എന്നത് നാം ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമാണ്. അതിനെ നമുക്ക് അവഗണിക്കുവാൻ സാധിക്കില്ല. യേശു എന്ന് പറഞ്ഞും ദൈവമെന്ന് പറഞ്ഞും പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞും വരുന്നവരെല്ലാവരും ദൈവവചനം ശരിയായി പറയുന്നവരും പഠിപ്പിക്കുന്നവരുമാകുന്നു എന്ന് തെറ്റിദ്ധരിക്കരുതേ. യേശുവിൻ്റെ പേരെടുത്തുകൊണ്ട് ഒരുപാട് പേർ വരും. അവർ പറയുന്നത് ദൈവവചനമാണോ, അവർ ദൈവത്തിങ്കിൽ നിന്നും വന്നവരാകുന്നുവോ എന്ന് പരിശോധിക്കുവാൻ ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നു, ഏത് പൊക്കത്തിലുമുള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾക്ക് അയ്യോ കഷ്ടമെന്ന്. ഈ സ്ത്രീകൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചാൽ, ഒരു മന്ത്രത്തകിട്, അതായത് രക്ഷകൾ എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു വസ്തു അവരുടെ കൈമേൽ കെട്ടുവാൻ കൊടുത്തിരുന്നു. എന്തിനാണ് അത് കൊടുത്തതെന്നറിയാമോ? അതെ, അപകടത്തിൽ നിന്നും രക്ഷ കിട്ടാൻ, രോഗം വരാതിരിക്കാൻ. ഇന്നും ഇങ്ങനെ ചില വസ്തുക്കൾ പ്രാർത്ഥിച്ച് വീടിൻ്റെയോ പറമ്പിൻ്റെയോ മൂലകളിൽ കുഴിച്ചിടുന്ന രീതി ചിലർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഒട്ടുമുക്കാലും ആളുകൾ ഫ്ലാറ്റിൽ താമസിക്കാൻ പോകുന്നത് കൊണ്ട് അവിടെ കുഴിച്ചിടാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അവരുടെ കാറിൻ്റെ മുൻപിലും പുറകിലുമൊക്കെ ഇത് വെച്ചിരുന്നാൽ പിന്നെ അപകടത്തിൽ പെടില്ല എന്നാണ് ഇക്കൂട്ടർ ചിന്തിക്കുന്നത്. ഏത് പൊക്കത്തിലുമുള്ളവരുടെ തലയ്ക്ക് തക്ക മൂടുപടങ്ങളും ഉണ്ടാക്കുന്ന സ്ത്രീകൾക്കെന്ന് അവർ പ്രാർത്ഥിച്ചൊരു തൂവാല തങ്ങൾക്ക് തന്നിരിക്കട്ടെ. ദൈവത്തിലുള്ളതിനേക്കാൾ അത് നിങ്ങൾക്ക് നന്മ തരുമെന്നത്രേ അവരുടെ വാഗ്ദാനം. എൻ്റെ സുഹൃത്തെ, ഇന്ന് നിങ്ങൾ കാണുന്ന ഈ തെറ്റായ കാര്യങ്ങൾ പുതിയ കാര്യങ്ങളല്ല. മനുഷ്യവർഗത്തോളം തന്നെ അതിന് പഴക്കമുണ്ട്. കാരണം പിശാച് അന്നേ പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ്. തൻ്റെ കാലത്ത് യെഹെസ്കേൽ ഇത് വ്യക്തമായി തള്ളിക്കളഞ്ഞപ്പോൾ അത് ദൈവത്തിൻ്റെ വചനമായിരുന്നു. അവൻ്റെ സ്വന്തം വാക്കുകളായിരുന്നില്ല, പിന്നെയോ ദൈവത്തിൻ്റെ വചനമായിരുന്നു. ഇനി നമുക്ക് 14-ാം അധ്യായത്തിലേക്ക് വരാം. 14-ാം അധ്യായത്തിൻ്റെ 2 പ്രധാന ഭാഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇസ്രായേലിലെ മൂപ്പന്മാരുടെ വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള പ്രവചനവും യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ചുള്ള തീർപ്പും. ഈ 2 ഭാഗങ്ങളും ആരംഭിക്കുന്നത് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടാണ്. 2-ാം വാക്യവും 12-ാം വാക്യവും ആകുന്നു ഈ 2 ഭാഗത്തിൻ്റെ ആരംഭങ്ങൾ.
എന്തുകൊണ്ട് ദൈവം യെരൂശലേം പട്ടണത്തെ ന്യായം വിധിച്ചു എന്നതിൻ്റെ സംക്ഷേപം ഈ അധ്യായത്തിലും തുടരുകയാണ്. ഇവിടെ ദൈവം അതിന് വെച്ച പ്രമാണങ്ങൾ ഇക്കാലത്തേക്കും കൂടി ബാധകമാണ്. അതേ സുഹൃത്തെ, ദൈവം ഇപ്പോഴും ജാതികളെ ന്യായം വിധിച്ചു കൊണ്ടിരിക്കുന്നു, രാജ്യങ്ങളെ ന്യായം വിധിച്ചു കൊണ്ടിരിക്കുന്നു. ഇസ്രായേലിലെ മൂപ്പന്മാരുടെ വിഗ്രഹാരാധനയ്ക്കെതിരെയുള്ള പ്രവചനത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ വാക്യങ്ങളിൽ യെഹെസ്കേൽ ഇസ്രായേലിലെ മൂപ്പന്മാരെ മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്യുകയാണ്. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും നാം പരിശോധിക്കുന്നുവെങ്കിൽ മാനസാന്തരപ്പെടുക എന്നത് തൻ്റെ ജനത്തിനുള്ള, അതായത് ദൈവജനമെന്ന് പറഞ്ഞ് നടക്കുന്നവർക്കുള്ള ദൂതാകുന്നു എന്ന് കാണുവാൻ കഴിയും. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയുക, ഇതായിരിക്കും യെഹെസ്കേലിൻ്റെ ഇവിടുത്തെ സന്ദേശം. 14-ാം അധ്യായം ആദ്യത്തെ വാക്യം തന്നെ നമുക്ക് നോക്കാം. ഇസ്രായേൽ മൂപ്പന്മാരിൽ ചിലർ എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ മുമ്പിൽ ഇരുന്നു. മൂപ്പന്മാർ യെഹെസ്കേലിൻ്റെ അടുത്ത് ചെന്നു. അവർ എത്ര ദൈവഭക്തിയുള്ളവരായി അഭിനയിച്ചെന്നോ, പ്രവാചകനിൽ നിന്നും ദൈവത്തിൻ്റെ ദൂത് കേൾക്കാൻ വളരെ താല്പര്യമുള്ളവരായി അവർ നടിച്ചു. കർത്താവിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന നാട്യത്തിൽ ഒരു വലിയ ബൈബിളും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരാൾ സഭയിൽ വരുന്നത് പോലെ അവർ വളരെ ഭക്തി പുരസ്സരം പ്രവാചകൻ്റെ അടുത്ത് വന്നു. എന്നിട്ട് 2-3 വാക്യങ്ങളിൽ, അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ, മനുഷ്യപുത്ര, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ച് തങ്ങളുടെ അകൃത്യഹേതു തങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു. അവർ ചോദിച്ചാൽ ഞാൻ ഉത്തരമരുളുമോ? യഥാർത്ഥത്തിൽ ഈ മൂപ്പന്മാർ പറഞ്ഞത് എന്താണെന്നോ? സഹോദര യെഹെസ്കേലേ, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കില്ല, അവർ ഈ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിയില്ല എന്നത് നേരായിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു, ഈ പുരുഷന്മാർ തങ്ങളുടെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്ന്. ദൈവപുരുഷൻ എന്ന് നടിച്ച ഒരു മനുഷ്യനായിരുന്നു ശിംശോൻ. ചില സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ വന്നു എന്ന് നാം വായിക്കുന്നു. പരിശുദ്ധാത്മാവായിരുന്നു അവൻ്റെ ശക്തിയുടെ രഹസ്യം. ഒരിക്കലും അവൻ്റെ തലമുടി ആയിരുന്നില്ല അവൻ്റെ ശക്തിയുടെ രഹസ്യം. എന്നാൽ പരിശുദ്ധാത്മാവ് വെളിയിൽ പോയ അവൻ ആഗ്രഹിക്കാത്തൊരു ദിവസം വന്നു. ദൈവാത്മാവ് തന്നിൽ നിന്നും മാറ്റപ്പെട്ടത് അവൻ അറിഞ്ഞില്ല. അവൻ പാപത്തോട് കളിച്ചും രസിച്ചും കൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെ ഒരു ദൈവപുരുഷനായിരിക്കാനും ആഗ്രഹിച്ചു. അതിൻ്റെ അവസാനം എത്ര ദുഃഖകരമായിരുന്നു. ആത്മഹത്യ ചെയ്തവരും അങ്ങനെ നശിച്ചവരുമായ ആളുകളുടെ കൂട്ടത്തിൽ അവൻ എണ്ണപ്പെട്ടു. ശിംശോൻ്റെ ചരിത്രം അതോടെ അവസാനിച്ചു. ഇന്ന് ക്രിസ്തീയ സഭയിലുള്ള പലരും പാപത്തോട് കളിച്ചും രസിച്ചും ഇങ്ങനെ ജീവിച്ചു പോകാം എന്ന് ചിന്തിക്കുന്നവരാണ്. എൻ്റെ പ്രിയ സുഹൃത്തെ, അവർക്കങ്ങനെ തുടരാനാവില്ല എന്ന കാര്യം നാം വിസ്മരിക്കരുത്. ന്യായവിധി ഒഴിവ് കഴിവില്ലാത്തതാണ്. അവർ ഒരുപക്ഷെ മതത്തിൻ്റെ ചട്ടക്കൂടുകളും ആചാരങ്ങളും കൂട്ടായ്മയും ഒക്കെ പാലിക്കുന്നവരാകാം. പക്ഷേ യഥാർത്ഥത്തിൽ അവരുടെ ഹൃദയത്തിൽ വിഗ്രഹങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. യെഹെസ്കേലിനോട് ദൈവം പറഞ്ഞു, ഈ മനുഷ്യർ കപടനാട്യക്കാരാണെന്ന്. അവൻ്റെ ദൂത് കേൾക്കാൻ എന്ന വ്യാജേന അവർ അവൻ്റെ അടുത്ത് എത്തിയിരിക്കുകയായിരുന്നു. അവർ ഒരിക്കലും അവൻ പറയുന്നത് കേൾക്കയില്ല. അവൻ പിന്നിലേക്ക് തിരിയുമ്പോൾ അവർ അവൻ്റെ പിന്നിൽ കത്തി പ്രയോഗിക്കും. 4-5 വാക്യങ്ങൾ, 14-ാം അധ്യായത്തിൻ്റെ 4-5 വാക്യങ്ങൾ. അതുകൊണ്ട് നീ അവരോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗൃഹത്തിൽ തൻ്റെ വിഗ്രഹങ്ങളെ ഹൃദയത്തിൽ സ്മരിച്ചും തൻ്റെ അകൃത്യഹേതു തൻ്റെ മുമ്പിൽ വെച്ചും കൊണ്ട് പ്രവാചകൻ്റെ അടുക്കൽ വരുന്ന ഏവനോടും യഹോവയായ ഞാൻ തന്നെ ഇസ്രായേൽ ഗൃഹത്തെ അവരുടെ ഹൃദയത്തിൽ പിടിക്കേണ്ടതിന് അവൻ്റെ വിഗ്രഹങ്ങളുടെ ബാഹുല്യത്തിന് തക്കവണ്ണം ഉത്തരമരുളും. അവർ എല്ലാവരും തങ്ങളുടെ വിഗ്രഹങ്ങൾ നിമിത്തം എന്നെ വിട്ടകന്നിരിക്കുന്നുവല്ലോ. ദൈവം പറയുകയാണ് താൻ ഈ മനുഷ്യരെ ന്യായം വിധിക്കുമെന്ന്. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ കാലത്തെ മതത്തിൻ്റെ ഭരണകർത്താക്കളെ വിളിച്ചത് കപടഭക്തരെ എന്നായിരുന്നു, ഹിപ്പോക്രിറ്റ്സ്. മറ്റാരും ഉപയോഗിച്ചിട്ടില്ലാത്ത, ഉപയോഗിക്കാൻ ധൈര്യപ്പെടാത്ത ഭീകരവും നീചവുമായ വാക്കുകൾ ഇല്ലേ? അങ്ങനെ തോന്നാം. അത് ഉപയോഗിച്ച് കർത്താവായിരുന്നു. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം,
അവൻ അങ്ങനെയൊക്കെ പറയുമായിരുന്നോ എന്ന്. എന്നാൽ അവ നീചമായിരുന്നില്ല, സത്യമായിരുന്നു, നികൃഷ്ടമായിരുന്നില്ല. അതായിരുന്നു വാസ്തവം. ഈ ജനത്തിനിടയിലെ ആത്മീയ നേതാക്കളോടാണ് യെഹെസ്കേൽ സംസാരിക്കുന്നത്. ഇതെത്ര ദുഃഖകരമായിരിക്കുന്നു. ദൈവം അവരെ ന്യായം വിധിക്കാൻ പോകുന്നു. കപടമതങ്ങളെ ദൈവം എപ്പോഴും ന്യായം വിധിക്കും. എപ്പോഴൊക്കെ ഒരു സഭയോ ഒരു വ്യക്തിയോ സത്യത്തിൽ നിന്നും വ്യതിചലിക്കുന്നു എന്ന് ഉണ്ടാകുമ്പോൾ അപ്പോഴൊക്കെ ദൈവം അതിനെ ന്യായം വിധിക്കുന്നു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, ആകയാൽ നീ ഇസ്രായേൽ ഗൃഹത്തോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ അനുതപിച്ച് നിങ്ങളുടെ വിഗ്രഹങ്ങളെ വിട്ടുതിരിവീൻ, നിങ്ങളുടെ സകല മ്ലേച്ഛബിംബങ്ങളിൽ നിന്ന് നിങ്ങളുടെ മുഖം തിരിപ്പീൻ. നോക്കുക, ദൈവം ഇവരെ കാപട്യക്കാരുടെ നിരയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അവർ വ്യാജന്മാരാണ്. ഹൃദയത്തിൽ ദൈവത്തെക്കാൾ ഉപരി പലതിനെയും ആരാധിക്കുന്നവരാകും. ഹൃദയത്തിൽ പാപമുള്ളവരാകും. ശിംശോനെ സംബന്ധിച്ച് മതിപ്പോടെ ചിലർ പറഞ്ഞേക്കാം. എന്നാൽ ആ മനുഷ്യൻ ജീവിച്ചതുപോലെ ജീവിക്കുന്നതും അവൻ്റെ മേൽ വന്ന ശിക്ഷാവിധി വരുന്നതും ഞാൻ ഏറ്റവും അധികം ഭയപ്പെടുന്നു, വെറുക്കുന്നു. എന്നിരുന്നാലും സഭയ്ക്കുള്ളിൽ ഇരിക്കുമ്പോൾ തന്നെ പാപത്തിൽ ജീവിക്കാനും പാപത്തിൻ്റെ ഫലം രുചിക്കാനും ഇഷ്ടപ്പെടുന്ന ജനങ്ങളോട് എങ്ങനെ നാം ഇടപെടണമെന്ന് എനിക്കറിയില്ല. പുറമേ അവർ ശക്തമായി നിന്ദിക്കുന്ന കാര്യങ്ങൾ ഏതോ അത് ചെയ്യുവാൻ ഹൃദയത്തിൽ അവർ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഈ പഴയ സ്വഭാവം ചീത്തയാണ് സുഹൃത്തെ. ദൈവം പറയുന്നു, മാനസാന്തരപ്പെടുക, എങ്കിലേക്ക് വരിക എന്ന്. അവൻ ഇസ്രായേലിനോട് ദയാലുവാകുന്നു. യഥാർത്ഥ ഭക്തരായി തീരാൻ അവൻ അവർക്കൊരു അവസരം കൊടുക്കുകയാണ്. എന്നാൽ അവർ മനം തിരിഞ്ഞില്ല, മടങ്ങി വന്നില്ല. സുനിശ്ചിതമായ യെരുശലേമിൻ്റെ നാശത്തെക്കുറിച്ചാണ് തുടർന്ന് നാം കാണുന്നത്. കള്ളപ്രവാചകർ ചുറ്റി നടന്നുകൊണ്ട് പറയുകയാണ്, ദൈവം യെരുശലേമിനെ ഒഴിവാക്കും, അത് ദൈവത്തിൻ്റെ പട്ടണമല്ലേ, അവൻ അതിനെ ഇഷ്ടപ്പെടുന്നു, അവൻ്റെ കണ്ണ് അതിന്മേലുണ്ട്. ഇതൊക്കെയാണ് അവർ പറയുന്നത്. ഇത് സംബന്ധിച്ചുള്ള അനേകം വേദഭാഗങ്ങൾ അവർക്ക് ഉദ്ധരിക്കാനും കഴിയും. ഇന്നും തെറ്റായ ഒരു ഉപദേശത്തെ ന്യായീകരിക്കാൻ ഒരുപാട് വേദഭാഗമോ മറ്റെന്തെങ്കിലുമോ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഇവിടെ നിന്നും അവിടെ നിന്നും ഓരോ വാക്യമെടുത്ത ഉപദേശത്തെ സമർത്ഥിക്കുവാൻ താങ്കൾക്ക് കഴിയില്ല. അതിന് തിരുവചനത്തിൽ നൽകിയിരിക്കുന്ന സമ്പൂർണ്ണ ചിത്രം നിങ്ങൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒരിക്കലും കള്ള സിദ്ധാന്തങ്ങളെ നിങ്ങൾക്ക് പിന്തുടരുവാൻ കഴിയില്ല, അതിനെ പിന്താങ്ങാനാവില്ല. ഈ പ്രവാചകർ തെറ്റിപ്പോയിരുന്നു. യെരുശലേമിനെ ന്യായം വിധിക്കുമെന്ന് ദൈവം ഖണ്ഡിതമായി പറയുകയാണ്. 12ഉം 13ഉം വാക്യങ്ങളിൽ നാം കാണുന്നു, യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, ഒരു ദേശം എന്നോട് ദ്രോഹിച്ച് പാപം ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ നേരെ കൈനീട്ടി അപ്പം എന്ന കോൽ ഒടിച്ച് ക്ഷാമം വരുത്തി മനുഷ്യനെയും മൃഗത്തെയും അതിൽ നിന്ന് ഛേദിച്ച് കളയും. ദൈവം യെഹെസ്കേലിനോട് പറയുകയാണ്, ഈ പട്ടണം ഒരു മത്സര പട്ടണമാണ്, എന്നോട് എതിർത്ത് നിൽക്കുന്നു, അത് നിരന്തരമായി എന്നോട് മത്സരിച്ചു. എങ്കിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ അവർക്ക് അവസരം പലപ്പോൾ നൽകി, പക്ഷേ അവർ മടങ്ങി വന്നില്ല. താൻ എന്താണ് പറയുന്നത് എന്ന് ദൈവത്തിന് നല്ല നിശ്ചയമാണ്. ന്യായവിധി ഒഴിവാക്കാനാവാത്തതാണ്. ദൈവം എത്ര ഗൗരവത്തിലാണ് ഇത് പറയുന്നത് എന്ന് ശ്രദ്ധിക്കൂ. 14-ാം വാക്യം, നോഹ, ദാനിയേൽ, ഇയ്യോബ് എന്നീ 3 പുരുഷന്മാർ അതിൽ ഉണ്ടായിരുന്നാലും അവർ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവം പറയുന്നത് ശ്രദ്ധിക്കൂ. ഇനിയും നോഹ തന്നെ യെരുശലേം പട്ടണത്തിൽ ഉണ്ട് എന്ന് വന്നാലും അവർ അവനെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. ഈ ജനത്തിന് നോഹ നൽകിയ മുന്നറിയിപ്പ് എത്ര ഗൗരവമേറിയതായിരുന്നു എന്ന് ഒന്ന് ഭാവനയിൽ കണ്ടു നോക്കൂ. പക്ഷേ അവൻ്റെ കാലത്തെ ആ ജനങ്ങൾ അവനെ ശ്രദ്ധിച്ചില്ല. ഇവരുടെ പിതാക്കന്മാരാണ്. അവൻ ഇപ്പോൾ യെരുശലേമിൽ ഉണ്ടായിരുന്നാലും ജനം അവനെ ശ്രദ്ധിക്കാൻ പോകുന്നില്ല. നോഹയുടെ പെട്ടകം കണ്ടുപിടിച്ചതിലുള്ള ആശ്ചര്യത്തെ കാണുമ്പോൾ എനിക്ക് കൗതുകം തോന്നാറുണ്ട്. അവർ അത് കണ്ടുപിടിച്ചിരിക്കാം, എനിക്കറിയില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ കണ്ടുപിടുത്തം എത്രമാത്രം ജനങ്ങളിൽ വിശ്വാസമുണ്ടാക്കി എന്നൊന്ന് ചിന്തിക്കൂ.
നോഹ തന്നെയും ഇന്നിവിടെ ആയിരുന്നുവെങ്കിൽ ആർ അവനെ വിശ്വസിക്കും? ആരും വിശ്വസിക്കില്ല. അന്ന് വിശ്വസിച്ചില്ല എന്ന് നാം കുറ്റപ്പെടുത്തും. പക്ഷേ ഇന്ന് വന്നാൽ വിശ്വസിക്കുമോ? ഇല്ല. ആ ജനം നോഹയെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ ദാനിയേലിനെയും ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ നെബൂഖദ്നേസർ, അതായത് ചക്രവർത്തി, ദാനിയേലിനെ ശ്രദ്ധിച്ചു. അവൻ പറഞ്ഞത് കേട്ടു. അത് ദാനിയേലിന് എത്ര ബഹുമാന സൂചകമായിരുന്നു. ആദ്യത്തെ ലോകശക്തിയായ ബാബേലിലെ ഭരണാധികാരി നെബൂഖദ്നേസർ ദാനിയേലിനെ മാനിച്ചു. ബാബിലോണിൽ ദാനിയേലിനെ നല്ല അവസ്ഥയിൽ, നല്ല ഒരു സ്ഥാനത്താക്കി വെച്ചു. അവർ അവനെ മാനിച്ചു. അവൻ ദൈവപുരുഷൻ എന്നവർ മനസ്സിലാക്കി. അതെ, ദൈവം പറയുകയാണ്, ഇസ്രായേല്യർ നോഹയെയോ ദാനിയേലിനെയോ ഇയ്യോബിനെയോ ശ്രദ്ധിക്കുകയില്ല എന്ന്. അവർ അത്ര കഠിന ഹൃദയരായി കഴിഞ്ഞു പോലും. ഇനി 17-ാം വാക്യത്തിൽ നാം കാണുന്നത്, അല്ലെങ്കിൽ ഞാൻ ആ ദേശത്തിൽ വാൾ വരുത്തി, വാളെ നീ ദേശത്തു കൂടി കടക്കുക എന്ന് കൽപ്പിച്ച് മനുഷ്യരെയും മൃഗങ്ങളെയും അതിൽ നിന്ന് ഛേദിച്ച് കളഞ്ഞാൽ, ആ 3 പുരുഷന്മാർ അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രന്മാരെയോ പുത്രിമാരെയോ രക്ഷിക്കാതെ അവർ മാത്രമേ രക്ഷപ്പെടുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആ പട്ടണത്തിൽ വാൾ വരുത്തുമെന്നത്രേ ദൈവം പറയുന്നത്. നെബൂഖദ്നേസറിനെ അതിനായി ആ പട്ടണത്തിൽ ദൈവം അനുവദിക്കുവാൻ പോകുകയാണ്. അവൻ അതിനെ നശിപ്പിക്കും. 20-ാം വാക്യത്തിൽ നാം കാണുന്നു, നോഹയും ദാനിയേലും ഇയ്യോബും അതിലുണ്ടായിരുന്നാലും എന്നാണ് അവർ പുത്രനെയോ പുത്രിയെയോ രക്ഷിക്കാതെ തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവം പറയുന്നത് ശ്രദ്ധിക്കുക. നോഹയ്ക്ക് പോലും ആ പട്ടണത്തിൽ തൻ്റെ സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ല. തങ്ങളുടെ നീതിയാൽ സ്വന്തം ജീവനെ മാത്രമേ രക്ഷിക്കുകയുള്ളൂ എന്നത്രേ ദൈവം പറയുന്നത്. ദാനിയേൽ ആ പട്ടണത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അവനും അവരെ രക്ഷിക്കുവാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ദാനിയേലിനെ ആദ്യം ആ പട്ടണത്തിന് വെളിയിലാക്കിയത്. ദൈവത്തിൻ്റെ ജനം അവനെ ശ്രദ്ധിക്കുന്നില്ല. എന്നാൽ ജാതീയനായ ബാബേൽ രാജാവ് ദാനിയേലിനെ ശ്രദ്ധിച്ചു. അവനെ മാനിച്ചു. അവനെ അവിടെ പ്രധാനമന്ത്രിയാക്കി. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് യഥാർത്ഥത്തിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന ജനങ്ങളുള്ള എത്ര സഭകളുണ്ട്? വളരെയേറെ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഞാനൊരു ദോഷൈക ദൃക്കായി പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? വാസ്തവത്തിൽ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ സ്ഥിതിയും ദൈവവചനവും തമ്മിലുള്ള ബന്ധം എന്താകുന്നു എന്ന് ഒന്ന് ഇരുത്തി ചിന്തിച്ചു നോക്കൂ. അത് വചനത്തിൽ നിന്നും വളരെ മാറിപ്പോയിരിക്കുന്നു. മാധ്യമങ്ങളിലൂടെ ദൈവത്തിൻ്റെ വചനം ലോകം മുഴുവൻ കടന്നു ചെല്ലുവാൻ ഈ സമയത്ത് ദൈവം അനുവദിച്ചിരിക്കുന്നതിൻ്റെ ഒരു കാരണം അതത്രേ. അതുപോലെ ക്രൈസ്തവർ അവഗണിച്ചിരിക്കുന്ന അനേകം ജനസമൂഹങ്ങളിൽ ദൈവവചനം കടന്നു ചെല്ലാനും ദൈവം ഇന്ന് ഈ മാധ്യമങ്ങൾ മുഖാന്തരമാക്കിയിരിക്കുന്നു. എൻ്റെ സുഹൃത്തെ, സഭയിലെ ജനങ്ങൾ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അത് സ്വീകരിക്കുന്ന പുറത്തുള്ള ജനത്തിനിടയിലേക്ക് ദൈവം അതയക്കുന്നു. ദാനിയേൽ യെരുശലേമിൽ ഒരു നന്മയും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ ബാബേലിൽ ഒരു ഉന്നത സ്ഥാനത്തായിരുന്നു. ആ ജാതീയ രാജാവ് അവനെ സശ്രദ്ധം ശ്രദ്ധിച്ചു. അതേ സുഹൃത്തെ, ദൈവത്തെ ശ്രദ്ധിക്കുന്നതിന് നല്ല താല്പര്യമുള്ള ജനങ്ങൾ, സുവിശേഷം കേൾക്കേണ്ടതിനായി അവർക്കിടയിലേക്ക് ദൈവം ആളുകളെ അയക്കാൻ താല്പര്യപ്പെടുന്നു. അവർ മാനിതരാകാൻ പോകുന്നു. അവരെ ശ്രദ്ധിക്കുന്നവർ അനുഗ്രഹീതരായിത്തീരുന്നു. മനസാന്തരപ്പെടുക എന്നത് തൻ്റെ ജനത്തോടുള്ള ദൈവത്തിൻ്റെ ശക്തമായ ദൂതാകുന്നു. അത് അവൻ്റെ കൽപ്പനയാകും. നല്ലതായി തോന്നുന്നതിലേക്ക് എന്നതല്ല, ശരിയായതിലേക്ക് മടങ്ങി വരിക എന്നതാണ് ദൈവത്തിൻ്റെ ആഹ്വാനം. കള്ളപ്രവാചകർ നല്ലതെന്ന് പറഞ്ഞത് പക്ഷേ ശരിയായിരുന്നില്ല. ശരിയും തെറ്റും വേർതിരിച്ച് തരുന്നത് ദൈവവചനമാകും. ദൈവത്തിൻ്റെ ആത്മാവ് അപ്പോസ്തലന്മാരുടെ മേൽ വന്നപ്പോൾ, ദൈവവചനം അവരുടെ നാവിൽ നൽകപ്പെട്ടപ്പോൾ, നല്ലതെന്നും വിലയേറിയതെന്നും ലോകം പറഞ്ഞതൊക്കെയും അവർ ശരിയല്ലെന്ന് മനസ്സിലാക്കി. അവരുടെ വാക്ക് കേട്ടവരും അവരെ പ്രശംസയായി കരുതിയിരുന്ന മതത്തിൻ്റെ പ്രവൃത്തികളും മഹത്വവും നിഷ്പ്രയോജനം എന്ന് തിരിച്ചറിഞ്ഞു. നോക്കണം, അവർ മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. രക്ഷ പ്രാപിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്നവർ അപ്പോസ്തലന്മാരോട് ചോദിച്ചു. അവർ പറഞ്ഞത് അത്രയും
അവർ സ്വീകരിച്ചു. നമുക്ക് നല്ലതെന്നും സൗകര്യപ്രദമെന്നും തോന്നുന്നതിൻ്റെ പിൻപേ പോകാതെ ശരിയെന്ന് ദൈവവചനം കൃത്യമായും വ്യക്തമായും പറഞ്ഞിട്ടുള്ളവ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അവയെ അനുസരിക്കാം. അതിനായി ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കും. അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തങ്ങൾ ദൈവത്തിൻ്റെ ജനമാകയാൽ ദൈവം തങ്ങളുടെ മേൽ ശിക്ഷകളൊന്നും അയക്കുകയില്ല എന്ന മിഥ്യാധാരണയിൽ കഴിയുന്ന ജനത്തോട് നോഹ, ദാനിയേൽ, യോബ് എന്നീ ദൈവത്തിൻ്റെ പ്രിയപുരുഷന്മാർ ഉണ്ടായിരുന്നാലും പട്ടണത്തിന്മേലുള്ള ശിക്ഷ മടക്കുകയില്ല എന്നാകുന്നു ദൈവം അരുളി ചെയ്യുന്നത്. ദൈവം തൻ്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുതപിക്കുന്നില്ല എങ്കിലും അവിടുത്തെ ദയയിൽ നമ്മൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്.